അയോധ്യയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിൽ തീർത്ഥാടകരുടെ പ്രവാഹം തുടരുന്നുവെന്ന് അവിടെ ക്യാമ്പ് ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിനിധി ആർ രാധാകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നു. അർദ്ധസൈനിക വിഭാഗവും ഉത്തർപ്രദേശ് പോലീസും ചേർന്നാണ് തിരക്കിപ്പോൾ നിയന്ത്രിച്ചു വരുന്നത്. അവിടുത്തെ യഥാർത്ഥ ചിത്രം നമ്മളുമായി പങ്കുവയ്ക്കാൻ രാധാകൃഷ്ണൻ അയോധ്യയിൽ നിന്ന് തത്സമയം. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ. അയോധ്യയിലെ കാലാവസ്ഥ, അത് കഴിഞ്ഞാൽ അവിടുത്തെ തീർത്ഥാടക പ്രവാഹത്തെക്കുറിച്ച്. എസ്കെൻ, അയോധ്യയിൽ നല്ല തണുപ്പ് തുടരുകയാണ്. ഇന്ന് മഞ്ഞും വലിയ രീതിയിലുണ്ട്. നമുക്ക് ആ മഞ്ഞ് കാണിച്ചിട്ട് ഇവിടുത്തെ തിരക്കുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത് ക്ഷേത്രത്തിലേക്കുള്ള വീതിയാണ് ഇത്. ഈ ക്ഷേത്രം പോലും കാണാൻ പറ്റാത്ത വിധത്തിൽ മഞ്ഞ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. മീറ്ററുകളിലുള്ള അകലെയുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റാത്ത വിധത്തിലാണ് ഈ തണുപ്പുള്ളത്. പക്ഷേ ഈ തണുപ്പിനിടയിലും ഇത്രയും ജനം ഈ മേഖലയിലേക്ക് വരുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ശക്തമായിട്ടുള്ള നിയന്ത്രണ സംവിധാനങ്ങൾ ഇന്ന് പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിന് മുമ്പ് വരെ ഈ മാർഗത്തിൽ ആണ് കടത്തി ഈ ഭക്തരായിട്ടുള്ള ആളുകളെ വിട്ടിരുന്നത്. ഇപ്പോൾ ഈ ക്യൂ നവന്റെ ഒരു നീളം നമുക്ക് കാണാം. ഇന്നു മുതൽ ക്യൂ സിസ്റ്റമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്യൂ സിസ്റ്റം കൊണ്ടുവരാനുള്ള ഒരു കാരണം, ഇന്നലെ പ്രതീക്ഷിച്ചത് ഏതാണ്ട് 1,00,000-ഓളം ആളുകൾക്ക് ദർശനം അനുവദിക്കാമെന്നുള്ളതായിരുന്നു. പക്ഷേ ആ സംഖ്യ ആളുകളല്ല ഇവിടേക്ക് എത്തിയത്. ഏതാണ്ട് 3.5 ലക്ഷത്തോളം ആളുകളാണ് ഇന്നലെ ദർശനം നടത്തിയത്. നടത്താതെ മടങ്ങിയവരുടെ എണ്ണം അതിനേക്കാൾ കൂടുതലാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് വലിയ തിരക്ക് ഈ മേഖലയിലേക്ക് ഉണ്ടായി. 3 പേർക്ക് പരിക്ക് ഏൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തി. തുടർന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അവര് ഇവിടെ എത്തുകയും ഈ യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥരോട് വലിയ രീതിയിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം ഇങ്ങനെ ഒരു തിരക്ക് വന്നിട്ടും നിയന്ത്രിക്കാതെ നോക്കി നിന്നു എന്നൊക്കെയുള്ള പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇനി അതിന് പ്രത്യേകം ഓർഡറുകൾ വേണമോ എന്നൊക്കെയുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. വരുന്ന ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന കർശന നിർദ്ദേശം അദ്ദേഹം നൽകുകയും ചെയ്തു. തുടർന്നാണ് ഇത് ക്യൂ വഴി, ഈ വിവിധ ഗേറ്റുകൾ വഴിയുള്ള ക്യൂ വഴി നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടത്. അതിന്റെ ഭാഗമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ വലിയ തിരക്കുണ്ട് എന്നുള്ളത് ആണെങ്കിലും ഇത് പക്ഷേ അകത്തേക്ക് കടത്തിവിടുന്നവരുടെ എണ്ണം നിയന്ത്രിതമായിട്ടാണ് കടത്തിവിടുന്നത്. വരുന്ന എല്ലാവരെയും ഈ പ്രവേശിപ്പിക്കുക എന്നതിലുപരി പ്രതിദിനം 1,00,000-ഓളം പേർ എന്ന ഒരു സംഖ്യയെ മാത്രം എന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ ക്യൂ മാനേജ്മെന്റ് നടത്തിയിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിലും ഇതേ രീതിയിലുള്ള ക്രമീകരണം തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നഗരത്തിന്റെ പല മേഖലകളിലേക്കും വരുന്ന ആളുകളോട് പോലീസ് ഇന്നലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഇടപെടലിന് പിന്നാലെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു അഭ്യർത്ഥന പുറത്തിറങ്ങിയിരുന്നു. തൽക്കാലം ഇവിടേക്ക് വരുന്ന ആളുകൾ ഇവിടുത്തെ തിരക്ക് മാനിച്ചുകൊണ്ട് വേണം വരുന്ന തീയതി തീരുമാനിക്കാൻ എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് എത്തിച്ചത്. ഫലത്തിൽ ഇപ്പോൾ ഇവിടേക്ക് വരുന്നത് ഒഴിവാക്കണം എന്ന് പോലീസ് പറയാതെ പറയുകയായിരുന്നു. ആ വിധത്തിൽ ഈ തിരക്ക് നിയന്ത്രിക്കുക, ജനങ്ങളെ ഒന്ന് ബോധവൽക്കരിച്ചുകൊണ്ട് തിരക്കിനെ നിയന്ത്രിക്കുക എന്നൊരു ശ്രമവും ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഉത്തർപ്രദേശിൽ നിന്നും വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒപ്പം ബീഹാർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും ഒക്കെയുള്ള വാഹനം ഇന്നും എല്ലാ മേഖലകളിലും എത്തി നിറഞ്ഞിരിക്കുകയാണ്. വാഹന ഗതാഗതത്തെയും ഇത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അടുത്ത മണിക്കൂറുകളിലും ഈ വിധത്തിലാണ് തിരക്ക് കാണാനായിട്ട് പോകുന്നത്. എന്നാൽ ക്ഷേത്രത്തിലെ നിത്യ ചടങ്ങുകളിലേക്ക് കാര്യങ്ങളെല്ലാം കടന്നിട്ടുണ്ട്. അവിടുത്തെ 3-ാം നിലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും സമാന്തരമായിട്ട് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. എസ്.കെ. രാധാകൃഷ്ണൻ, ഷിനിൽ വർഗീസ് പറയുന്നു ആർക്കിയോടും വിജയനോടും തിരിച്ചു പോരാൻ പറയും, ഭയങ്കര തണുപ്പാണെന്ന് പറയുന്നു. രാധാകൃഷ്ണൻ, തണുപ്പ് എങ്ങനെ ഫീൽ ചെയ്യുന്നു ഇന്ന്? തണുപ്പ് ഉണ്ട്. പക്ഷെ നമ്മളെ ഡൽഹിയിലെ തണുപ്പിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ തണുപ്പിന് അത്ര വലിയ അന്തരീക്ഷ മലിനീകരണം ഇല്ല എന്നുള്ളത് കൊണ്ട് ഒരു അസ്വസ്ഥത ഒന്നും അങ്ങനെ ഉണ്ടാവുന്നില്ല. പക്ഷെ വിജയനെ സംബന്ധിച്ച് വിജയൻ ഈ കേരളത്തിൽ നിന്ന് പെട്ടെന്ന് ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് വന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ശരീര പ്രകൃതമൊക്കെ വെച്ചുകൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ, എന്നാൽ കരുത്തോടുകൂടി വിജയൻ നേരിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. രാവിലെ പോലും വിജയൻ പുറത്ത് വന്ന് ലൈവിനൊക്കെ നിന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. എന്തായാലും ഇന്ന് ഞാൻ മടങ്ങും. ഇന്നോടുകൂടി അപ്പോൾ ഒരു കാര്യം രാധാകൃഷ്ണൻ അറിയിച്ചു, മകനെ വിജയകുമാറെ മടങ്ങി വരൂ. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ, താങ്ക് യു വിജയകുമാർ. ഈ കാര്യം കേൾക്കുന്നുണ്ടാവില്ലേ, വേഗം മടങ്ങിപ്പോരുക. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ.